സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് എൻ്റെ നല്ലൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. ഇന്നെൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരൊക്കെ വരുന്ന ഒരു ദിവസമാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ കാണുന്ന എൻ്റെ സ്വന്തം വേണ്ടപ്പെട്ടവർ, അതായത് ഉമ്മാൻ്റെ സിസ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ അവർ ഉമ്മാൻ്റെ ഒരു സിസ്റ്ററിനെ ഇവിടെ പട്ടാമ്പിയിലുണ്ട്, അവിടെ ഇന്നലെ തങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ, അതായത് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ അതേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെഷ്യലായിട്ട് മീറ്റ് ഐറ്റംസ്, ഇറച്ചിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വെജിറ്റബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. വെള്ളം കോരി അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഉമ്മ അവിടെ അടുക്കളയിൽ വേറെ ഉമ്മക്കായിട്ടുള്ള പണികളുണ്ട്. എനിക്ക് പറ്റുന്ന പണികളൊക്കെ ഞാനും ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വരുന്നത് കാരണം കൊണ്ട് തന്നെ പപ്പടം ഒരുപാട് വേണമല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി. പയറുപ്പേരി അതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഓൾമോസ്റ്റ് ഇപ്പോൾ 10:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പടവും അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. എനിക്ക് പപ്പടം ഇല്ലാത്തൊരു ജീവിതമില്ല. എത്ര പേർക്ക് പപ്പടവും മുട്ടൊക്കെ ഇഷ്ടമുണ്ട്? പ്ലീസ് കമൻറ്റ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത പണികളുണ്ട് കേട്ടോ. ക്ലീനിങ്ങിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ വരുമ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പത്തിനും അത്യാവശ്യം പണികളൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ അവർ വന്നാൽ പിന്നെ ഒരു ബഹളമായിരിക്കും. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഉപ്പ മുന്തിരി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അടിച്ചു വെച്ചാൽ ഫ്രിഡ്ജിലേക്കാണ് കയറ്റി കഴിഞ്ഞാൽ അവർ വരുമ്പോഴേക്കും അത് നല്ല തണുപ്പായിട്ട് കൊടുക്കാമല്ലോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്? ഞാനിത് ഇപ്പോൾ നമ്മൾ ഒരു കല്യാണത്തിനൊക്കെ പോയാൽ വെൽക്കം ഡ്രിങ്കായിട്ട് കിട്ടുന്ന മുന്തിരി ജ്യൂസ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാനിത് ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് സിസ്റ്റർ പറഞ്ഞെന്ന ഐഡിയ ആണ് കേട്ടോ. ഇത് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര വെള്ളം ഒഴിച്ചാലും അതൊരു കട്ടിക്കായിട്ട് നിൽക്കും, ലൂസായിട്ട് വരുന്നില്ല. അത് ഞാൻ ചെയ്യാണ് കേട്ടോ. ഞാൻ ജ്യൂസൊക്കെ വേവിച്ച് വെക്കുന്നതിലും പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മധുരം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറവുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ജ്യൂസിൽ കുറച്ചുകൂടി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിച്ചു വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ പിന്നെ ഒരു 3-4 പുതിനയിലും കൂടിയിട്ട് അരച്ചിട്ട് ഇതിൽ കൊഴിച്ച് വെച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് പറഞ്ഞതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉമ്മാൻ്റെ ചോറ് കാര്യങ്ങൾ അതൊക്കെ അവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഉമ്മയുടെ ജോലികളാണ് ഇത്, കറി വെക്കുന്നതും ഫിഷ് ഫ്രൈയും ഒക്കെ. ബാക്കിയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്നാൽ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴന്നെയാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. എപ്പോഴെങ്കിലൊക്കെ കാണുന്നവരാകുമ്പോൾ ഒരുപാട് സംസാരിക്കാനുണ്ടാവുമല്ലേ. അതെ, അപ്പോൾ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ ജോലികളും അതന്നെ കഴിച്ച് വെച്ചിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ടൈമാണ്, ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്ന പോലെ. എത്ര പേരിങ്ങനെ കൂടുന്നവരുണ്ട്. എൻ്റെ ഉമ്മയാണ് മൂത്തത് കേട്ടോ. അതിന് താഴെ സിസ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഉമ്മ ഒരു ചെറിയത് പോലെയാണ് കേട്ടോ അവരുടെ ഇടയിൽ. ഉമ്മക്ക് 5 അനിയത്തിമാരാണ്, ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഓരോ മക്കളൊക്കെ ഓരോന്ന് കൊടുന്ന് തരികയാണ് കേട്ടോ. അതൊക്കെ കഴിക്കുകയാണ്. നല്ല രസമാണല്ലോ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആ ടൈമിൽ കിട്ടുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരും. ഇപ്പോൾ അവർ പോകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അവർക്കുള്ള ചായയും സ്നാക്സൊക്കെ ഉണ്ടാക്കുകയാണ്. അത് കഴിച്ചാൽ അവർ 4 മണിയാകുമ്പോൾ പോവും. അവർക്ക് ചാവക്കാടാണ് അവരുടെ വീട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സങ്കടങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവർ പറയണത്, ഈ പറയുന്നവരാണ് ഞങ്ങൾ ചിരിപ്പിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ചിരിക്കണം. പിന്നെ ഞങ്ങളോടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കിട്ടിയ ടൈമിൽ നമുക്ക് ഒരുപാട് ചിരിക്കണം, അതിനാണ് ഞങ്ങൾ വരുന്നത്. അല്ലാതെ ഭക്ഷണം കഴിക്കാനും അല്ലാതെ വേറെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു സന്തോഷങ്ങൾ ഉണ്ടാവില്ലേ, ആ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ പോവാറായി. പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു, മോളുണ്ടാക്കിയ ഗുലാം ജാമാണ് ഇട്ടതിൽ. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്ന് പിരിയാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ.
നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.